നോവായി മാറുകയാണ് ഒരു നാടിനാകെ അനന്തു. ഇപ്പോൾ ഉടൻ തന്നെ സംസ്കാരം നടക്കുന്നതായിരിക്കും. പറയൂ. അനന്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ അനന്തുവിനെ അവസാനമായിട്ട് നോക്കി കാണാൻ ആ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരുടെ തന്നെ കുടുംബത്തിലൊരു പ്രധാനപ്പെട്ട ബന്ധു എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം കാത്തുനിന്നു. അവരും എത്തി. അവരും കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ശ്മശാനത്തിലേക്ക് മൃതദേഹം ഇപ്പോൾ എത്തിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വയസ്സ് മാത്രമാണ് അനന്തുവിന്റെ പ്രായം. വീട്ടിൽ വിളിക്കുന്ന പേര് ജിത്തു എന്നാണ്. കൂട്ടുകാരെല്ലാം ഒരുമിച്ച് ഒരു അവധി ദിവസത്തിൽ, ഇന്നലെ അവധി ദിവസമായിരുന്നു പെരുന്നാളിന്റെ, ആ അവധി ദിവസത്തിൽ ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു അപകടം, ഷോക്കേറ്റുണ്ടായ അപകടം സംഭവിക്കുന്നതും അതിൽ അനന്തു മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെല്ലാം പോയത്. അതിന്റെ വിഷമം എങ്ങനെയാണ് അവർക്ക് ഇനി ആശ്വസിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം അങ്ങനെ തന്നെ ബാക്കിയാവുന്നുണ്ട്. കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്, എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ്, വഴിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ ഇത്തവണ ഇന്നലെ വൈകുന്നേരം മാത്രം അവർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കെണി ഉണ്ടായിരുന്നു. ആ കെണി ഒരു പക്ഷേ അനന്തുവിന്റെ ജീവനെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വളരെ ആ സമയത്തൊന്നും ഒരുപക്ഷെ അത് വീട്ടുകാരെ അറിയിക്കാനെന്നുള്ളൊരു ധൈര്യം അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് അറിയിക്കേണ്ടി വന്നു. അപ്പോൾ മുതൽ ആ വീട്ടിൽ കാണുന്നതെല്ലാം കരച്ചിലും ഒക്കെയാണ് കാണുന്നത്. കാരണം അത്രത്തോളം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ട് ഇപ്പോൾ ശ്മശാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കായിട്ട് ആളുകളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇനി സംസ്കരിക്കണം, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കണം. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം ഈ ശ്മശാനത്തിലും മൃതദേഹം സംസ്കരിക്കുന്ന ഇടത്തും ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അനന്തു എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അത്രത്തോളം ആളുകൾ, ജനക്കൂട്ടം ഇവിടെയുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അനന്തുവിനെ അത്രത്തോളം പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ ഇതൊരു വലിയ വിഷയമാവുമ്പോൾ, വലിയ ചർച്ചയാവുമ്പോൾ നിലമ്പൂരിൽ നിന്ന് മാത്രമല്ല, വഴിക്കടവിൽ നിന്ന് മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്നു, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നു. ഒരുപക്ഷെ ആ വീട്ടിലെത്തി കാണാൻ പറ്റാത്തവർ, അതല്ലെങ്കിൽ കണ്ടു ഒരുപക്ഷെ അങ്ങനെ അനന്തുവിനെ കാണാൻ കഴിയില്ല എന്നൊരു വിഷമത്തോടു കൂടി ഒക്കെ നിന്നവർ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് ശ്മശാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ എത്രത്തോളം ജനക്കൂട്ടത്തെ കണ്ടോ ഏകദേശം അത്രത്തോളം തന്നെ ജനക്കൂട്ടം ആ വീടിന് മുൻപിലുണ്ടായിരുന്ന ആളുകൾ അത്രയും തന്നെ ഈ ശ്മശാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. പലരും ബന്ധുക്കളാണ്, നാട്ടുകാരാണ്, പ്രിയപ്പെട്ട കൂട്ടുകാർ ആ കൂട്ടത്തിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, CPM-ന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ, BJP-യുടെ ഒക്കെ രാഷ്ട്രീയ പ്രാദേശിക നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് അനന്തുവിനെ അവസാനമായിട്ട് എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് ശ്മശാനത്തിലേക്ക്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ്. അനന്തു പ്രിയപ്പെട്ടവർക്ക് അവൻ ജിത്തുവാണ്. വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് അതിദാരുണമായ മരണമാണ്. യാത്ര നൽകുകയാണ് ആ നാട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതായിരിക്കും.